ഹായ് കൂട്ടുകാരി, പുതിയൊരു സ്റ്റോറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അമ്മയും മകളും സ്നേഹത്തോടെ പെരുമാറുന്ന ഒരു അടിപൊളി എപ്പിസോഡിൻ്റെ വീഡിയോ ആണ് കേട്ടോ. അങ്ങനെ വൈജയന്തി പതിവ് പോലെ അലീനയെ കാര്യങ്ങൾ ഏൽപ്പിച്ചുകൊണ്ട് ബാങ്കിലേക്ക് പോവാണ്. ബാലചന്ദ്രനോട് ഇറങ്ങാൻ നേരത്തെ ഇന്നെന്താ ബാലചന്ദ്രൻ ലേറ്റ് ആയിട്ടാണോ ഇറങ്ങുന്നത്? ഞാൻ അതേ പോകുന്നു, നമുക്ക് രണ്ടു പേർക്ക് ഒരുമിച്ച് പോവാം പറഞ്ഞാൽ നീ കേൾക്കില്ലല്ലോ. എൻ്റെ കാറിൽ നീ വരില്ലല്ലോ. അതെന്തിനാ? എനിക്ക് കാറുണ്ടല്ലോ, പിന്നെന്തിനാ ബാലചന്ദ്രൻ്റെ കാറിൽ വരുന്നത്? എടി, നീ എൻ്റെ ഭാര്യയല്ലേ, എൻ്റെ കൂടെ വന്നെന്ന് കരുതിയിട്ട് നിന്റെ മാനൊന്നും ഇടിഞ്ഞു പോകത്തില്ല. അയ്യോ വേണ്ടയേ, എന്നിട്ട് വേണം ഞാൻ ലേറ്റായിട്ട് ബാങ്കിലെത്താൻ, ഞാൻ പോയേക്കാം എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ വൈജയന്തി കാറെടുത്ത് പോവാണ്. അങ്ങനെ വൈജയന്തി ആണെങ്കിലോ ബാങ്കിലെത്തുന്ന സമയത്ത് അവിടുത്തെ ആൾ വന്നിട്ട് ഒരു സ്റ്റാഫ് വന്നിട്ട് പറയുന്നുണ്ട്, മാഡം ഇത് നമുക്ക് പുറത്ത് പോയി കുറച്ച് ലൊക്കേഷനൊക്കെ കാണാനുണ്ട്. അതെയോ, എന്നാൽ പെട്ടെന്ന് റെഡിയാവും, ഇപ്പം തന്നെ പോയോക്കാം, ഒന്ന് രണ്ട് പേപ്പറിലൊന്ന് നോക്കട്ടെ. ഫയലൊക്കെ നോക്കിയതിന് ശേഷം വൈജയന്തി എവിടേക്കാ പോകേണ്ട സ്ഥലങ്ങളെല്ലാം കുത്തി കുറിക്കുന്നുണ്ട്. അതിനുശേഷം അവൾ ഇങ്ങനെ സ്റ്റെപ്പ് ഇറങ്ങി ബാങ്കിൽ നിന്ന് സ്റ്റെപ്പ് ഇറങ്ങി താഴെ കാറ് പാർക്ക് ചെയ്യുന്ന സ്ഥലത്തേക്ക് പോകുമ്പോഴാണ് പെട്ടെന്ന് കാല് സിപ്പ് ചെയ്ത് താഴേക്ക് വീഴുന്നുണ്ട് കേട്ടോ. അതോടുകൂടെ വല്ലാതെ വേദനയാണ്. അയ്യോ മാഡം എന്ത് പറ്റുന്ന ചോദ്യ സ്റ്റാഫുകൾ ഓടി വരുന്നുണ്ട്. എന്നാലോ വൈജയന്തിക്ക് എണീക്കാൻ പറ്റുന്നില്ല. അയ്യോ എൻ്റെ കാല് വേദനിക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. അങ്ങനെ വൈജയന്തിൻ്റെ തോളു ഇടിച്ചുകൊണ്ട് തന്നെ തോളിനും കാലിനൊക്കെ ഒരു പരിക്ക് പറ്റിയിട്ടുണ്ടാവും. അപ്പം തന്നെ ബാലചന്ദ്രനെ വിളിച്ചുകൊണ്ട് അവൾ ഹോസ്പിറ്റലിലേക്ക് പോകുന്നുണ്ട് കേട്ടോ. ബാലചന്ദ്രൻ പറയുന്നുണ്ട്, ഇപ്പം എന്തുണ്ടായി? ഞാൻ നിന്നോട് ഈ ബാങ്കിലെ ജോലിയൊക്കെ മതിയാക്കി നമ്മുടെ ജ്വല്ലറിയിൽ വന്ന് നിൽക്കാൻ പറഞ്ഞല്ലോ. അതും കരുതിയിട്ട് ഞാൻ സ്റ്റെപ്പിൽ നിന്ന് കാല് തന്നെ വീണതാ. എനിക്ക് അങ്ങനെ ഒരു അപകടം വിധിച്ചിട്ടുണ്ടെങ്കിൽ അതിപ്പോൾ എവിടെയാണെങ്കിലും സംഭവിക്കില്ലേ? ഓ, നിന്നോട് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യവുമില്ല. ഇനിയിപ്പോൾ എന്താ ചെയ്യാം? അപ്പോൾ ഡോക്ടർ പറയും ഒരു മാസം എന്തായാലും റെസ്റ്റ് വേണം. ഷോൾഡറിനും ചെറിയ പരിക്കുണ്ട്, അതുപോലെ തന്നെ ഇടത് കാലിനും പരിക്കുണ്ട്. ഒരു മാസത്തെ റെസ്റ്റോടെ തന്നെ ഇത് മാറുള്ളൂ. അതുകൊണ്ട് റെസ്റ്റ് എടുക്കാൻ ശ്രമിക്കണം എന്ന് പറയുന്നുണ്ടോ. അല്ലെങ്കിലും ഈ വയ്യാത്ത കാലമുണ്ട് എവിടേക്കും പോകാനൊന്നും പറ്റില്ലല്ലോ ഡോക്ടറെ. അതെ, ഒരു മാസം ബാങ്കിൽ വിളിച്ചിട്ട് ഒരു 1.5 മാസമൊക്കെ ലീവ് എടുത്തോളൂ, അതായിരിക്കും നല്ലത്. ഒരു മാസം കഴിഞ്ഞാൽ കാണിക്കാൻ വരണം എന്ന് പറഞ്ഞ് ഡോക്ടർ കുറിപ്പെല്ലാം എഴുതി കൊടുക്കുന്നുണ്ട്. അല്ല, അതിൻ്റെ ഇടയിൽ ഒന്നും കാണിക്കാൻ വരണ്ട ഡോക്ടറെ, ഒരു 2 ആഴ്ച കഴിഞ്ഞിട്ട് എന്തായാലും വരണം. അത് ഞാൻ പറയാനിരിക്കായിരുന്നു. എന്നിട്ട് നമുക്ക് നോക്കാം എപ്പോഴാണ് ഇതൊക്കെ ഒഴിവാക്കാൻ പറ്റിയത്. അങ്ങനെ കാലിന് ബാൻഡേജൊക്കെ ഇടുന്നുണ്ട്. അതുപോലെ തന്നെ ഷോൾഡർ തൊട്ടുകൊണ്ട് തന്നെ കയ്യും പിടിച്ച് കെട്ടുന്നുണ്ട് കേട്ടോ. അങ്ങനെ തനിയെ ഭക്ഷണം കഴിക്കാനൊന്നും പറ്റാത്ത ഒരവസ്ഥയാണ് കേട്ടോ വൈജയന്തിക്ക്. അങ്ങനെ വീട്ടിലേക്ക് ബാലചന്ദ്രൻ വൈജയം കൂട്ടിയിട്ട് പോവാണ്. അതിനുശേഷം ഒരു വീൽചെയർ എടുത്തിട്ട് അവളെ അതിലേക്ക് ഇരുത്തിയിട്ട് അലീനെ എന്ന് വിളിച്ച് മുറ്റത്ത് വിളിക്കുന്നുണ്ട്. അലീന അടുക്കളയിൽ പണിയായതുകൊണ്ട് തന്നെ ഈ വിവരങ്ങളൊന്നും അറിയത്തില്ല കേട്ടോ. അങ്ങനെ അലീന ഓടി വരുമ്പോൾ സമയത്ത് മുറ്റത്ത് ബാലചന്ദ്രനെയും വൈജയന്തിയും കാണാണ്. വൈജയന്തി ഇങ്ങനെ വീൽചെയറിൽ ഇരിക്കുന്നത് കാണുമ്പോൾ അയ്യോ എന്നതാ പറ്റിയത് എന്ന് ചോദിച്ച് അലീന ഓടി വരുന്നുണ്ട്. എടി, നോക്കി നിൽക്കാതെ നിലവിളിക്കാതെ എന്നെ പിടിച്ചകത്തേക്ക് കൊണ്ടുപോ എന്ന് പറയുന്നുണ്ട്. അയ്യോ സാറേ, എന്താ മേഡത്തിന് പറ്റിയത്? അതൊക്കെ പറയാം, നീ അകത്തേക്ക് കൊണ്ടുപോ എന്ന് ബാലചന്ദ്രനും പറയാ. അങ്ങനെ വീൽചെയർ ഉന്തിക്കൊണ്ട് അലീന പോകുന്നുണ്ട് കേട്ടോ. സിറ്റ് ഔട്ടിലെത്തിയതും അലീന വീണ്ടും ടെൻഷനോട് കൂടി ചോദിക്കുന്നുണ്ട്, അല്ല മേഡം, പോകുമ്പോൾ യാതൊരു കുഴപ്പമുണ്ടായിരുന്നില്ലല്ലോ, ഇപ്പോൾ എന്നതാ പറ്റിയത്? അത് പിന്നെ നിനക്കൊന്നും കൂടെ കാണിച്ചു തരണോ എന്താ പറ്റിയതെന്ന്? മര്യാദക്ക് എന്നെ റൂം കൊണ്ടുപോയി കിടത്തടി എന്ന് പറയാ. അല്ല മേഡം, ഏത് റൂമിലാണ് കിടക്കുന്നത്? നിനക്കറിയത്തില്ലേ ഞാൻ എന്നും കിടക്കുന്ന റൂമിൽ? അയ്യോ അവിടേക്കാണോ എന്ന് ചോദിച്ച് അവിടെ കൊണ്ടുപോകുന്നുണ്ട്. ആ സമയത്ത് ബാലചന്ദ്രന് അലിനോടായിട്ട് പറയും, ഇവളെ ബാങ്കിൽ നിന്ന് വിളിച്ചപ്പോഴാണ് ഞാൻ വിവരം അറിയുന്നത്. അവൾ ഒന്ന് ചെറുതായിട്ട് സ്ലിപ്പി, അതോടുകൂടെ ഷോൾഡറിന് നല്ല പരിക്കുണ്ട്, അതുപോലെ കാലിനുണ്ട്. ഒരു മാസം റെസ്റ്റ് പറഞ്ഞിട്ടുണ്ട് ഡോക്ടർ. 2 ആഴ്ച കഴിഞ്ഞിട്ട് വീണ്ടും കാണാൻ ചെല്ലണം, അപ്പോഴറിയാം എന്തെങ്കിലും മാറ്റമുണ്ടോ എന്നൊക്കെ. അയ്യോ ഇത് വലിയ കഷ്ടമായല്ലോ. ആർക്ക് കഷ്ടമായെന്ന്? നിനക്കോ അതോ വൈജയന്തി മേഡത്തിനോ? അയ്യോ മേഡത്തിന് കഷ്ടമെന്നാണ് പറയുന്നത്. എന്തായാലും നിന്റെ ജോലിഭാരം കൂടും, അതൊന്നും സാരമില്ല സാറേ. എന്നാലും മേഡത്തിന് ഇങ്ങനൊരു അവസ്ഥ വന്നപ്പോൾ വല്ലാത്തൊരു ടെൻഷൻ. നീ ടെൻഷൻ ആവുന്നു വേണ്ട, അതിന് മാത്രം ഒന്നുമില്ല, ഒരു മാസത്തിനുള്ളിൽ എല്ലാം റെഡിയാവുന്നേ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ അലീനയുടെ കയ്യിൽ മെഡിസിൻ എല്ലാം കൊടുക്കുന്നുണ്ട്. അങ്ങനെ വൈജയന്തി കിടക്കുന്ന റൂമിലെ മേശപ്പുറത്ത് മെഡിസിനൊക്കെ വെക്കാട്ടോ. ആ ഒരു സമയത്ത് ബാലചന്ദ്രൻ പറയും, ഇന്നാ നീ ഇവിടെ ഉപയോഗിച്ചോ, ഞാൻ അപ്പുറത്ത് ബാഗും ഇതൊക്കെ വെച്ചോളാം. അതെന്താ ബാലചന്ദ്രൻ, എൻ്റെ അടുത്ത് കിടക്കാൻ പറ്റില്ലേ? എനിക്ക് വയ്യെന്ന് കരുതിയിട്ട്? അയ്യോ അതല്ല, നിന്റെ കാലോ കയ്യോ അനക്കേണ്ടല്ലോ എന്ന് കരുതിക്കൊണ്ട് പറഞ്ഞതാ. ഓ ശരി എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ബാലചന്ദ്രന് മറ്റു റൂമിലേക്ക് മാറുന്നുണ്ട് കേട്ടോ. ആ ഒരു സമയത്ത് മേഡത്തിന് ഇപ്പോൾ മെഡിസിൻ കഴിക്കാനുണ്ട്, ഞാൻ തരട്ടെ? ആദ്യം കുറച്ച് ജ്യൂസ് എടുക്കട്ടെ എന്ന് ചോദിക്കുമ്പോൾ വൈജയന്തി അതേ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ അമ്മയെയും കൂടെ നോക്കാനുള്ള പരിചരണ ഏറ്റെടുക്കാൻ കേട്ടോ.
അലീന. അങ്ങനെ സമയത്തിനൊക്കെ വൈജയന്തിക്ക് ഭക്ഷണവും മരുന്നും ഒക്കെ കൊണ്ടുപോയി കൊടുക്കുന്നുണ്ട്. ആ ഒരു സമയത്ത് വൈജയന്തി നന്നായി ബുദ്ധിമുട്ടിക്കൊണ്ടാട്ടോ ഭക്ഷണം കഴിക്കുന്നത്. വലത് കൈക്കൊണ്ട് പരിക്കേറ്റുകൊണ്ട് തന്നെ സ്പൂൺ കൊണ്ട് ഇടത് കൈക്കൊണ്ട് വാരി തിന്നാൻ വല്ലാത്ത ബുദ്ധിമുട്ടുണ്ട്. അലീനയോട് പറയാനും തന്നെ മടി. അങ്ങനെ കൃഷ്ണമ്മൾ വന്ന പാടെ അമ്മയുടെ കാറ് മുറ്റത്ത് കിടപ്പുണ്ടല്ലോ, അമ്മ എന്താ നേരത്തെ വന്നോ എന്ന് ചോദിക്കുന്നുണ്ട്. അതെ, നിന്റെ അമ്മ ഇനി 1 മാസം നിങ്ങളുടെ കൂടെ ഉണ്ടാവും. അതെന്ത് പറ്റിയച്ചാ? അമ്മ ഒന്ന് വീണു, കൈക്കും കാലിനൊക്കെ പരുക്കുണ്ട്. അയ്യോ, എൻ്റെ അമ്മയ്ക്ക് എന്താ പറ്റിയത് എന്ന് ചോദിച്ച് കൃഷ്ണമ്മൾ ഓടി അമ്മയ്ക്ക് അരികിലേക്ക് വരുന്നുണ്ട്. എന്താ അമ്മ ഇത്, ശ്രദ്ധിച്ച് നടക്കേണ്ടേ? അതെന്താടി, ഞാൻ വീട്ടിൽ നിന്നാ നിനക്കൊക്കെ ശല്യാവെന്ന് കരുതിയിട്ടാണോ നീ അങ്ങനെ പറഞ്ഞത്? അയ്യോ, എൻ്റെ അമ്മ എന്ത് പറഞ്ഞാലും നെഗറ്റീവ് ആണല്ലോ പറയുന്നത്. അങ്ങനെയൊന്നും ആലോചിച്ചില്ല. അമ്മ ഇങ്ങനെ ചുറുചുറുക്കോടെ ഓടിച്ചാടി നടക്കുന്നത് കാണാനല്ലേ ഞാൻ ആഗ്രഹിക്കുക. ഓ ശരി, എല്ലാം ബബിത എവിടെ? അവൾ മുകളിലേക്ക് പോയി. ഓ, അവളിപ്പോൾ എൻ്റെ റൂമിലേക്ക് വരാൻ പോലും സമയമില്ലല്ലോ. അതിന് ബബി ചേച്ചിക്ക് അറിയില്ലല്ലോ അമ്മയ്ക്ക് പരിക്ക് പറ്റിയ വിവരം. എന്നാലും എൻ്റെ കാറ് മുറ്റത്ത് കിടക്കുമ്പോൾ ഒന്ന് അന്വേഷിക്കെങ്കിലും ചെയ്യാലോ. ഓ, അതൊന്നും എനിക്കറിയില്ല. അമ്മ എന്തെങ്കിലും കഴിച്ചോ? അലേച്ചി നന്നായിട്ട് നോക്കുമെന്ന് എനിക്കറിയാം, അതുകൊണ്ട് യാതൊരു ടെൻഷനില്ല. നീ പോയി എന്തെങ്കിലും കഴിച്ചിട്ട് യൂണിഫോം ഒക്കെ മാറ് എന്ന് അവളോട് പറയാട്ടോ. അങ്ങനെ ആണെങ്കിൽ അന്ന് രാത്രി വീണ്ടും വൈജയന്തിക്ക് കഴിക്കാനുള്ള ഭക്ഷണമായിട്ട് വരുന്നുണ്ട്. അങ്ങനെ വൈജയന്തി ഇങ്ങനെ വല്ലാതെ പാടുപെട്ട് കഴിക്കുന്നത് കാണുമ്പോൾ വല്ലാതെ സങ്കടമൊക്കെ ഉണ്ടിട്ട് അലീനയ്ക്ക്. കാരണം താൻ വാരിത്തരാ എന്ന് പറഞ്ഞാൽ ഒരിക്കലും സമ്മതിക്കില്ലെന്നറിയാം. അങ്ങനെ പിറ്റേ ദിവസവും വൈജയന്തിയുടെ അവസ്ഥ ഇത് തന്നെയാണ്. അപ്പോൾ ആ മുത്തശ്ശി അവളോട് ചോദിക്കും, അല്ല മോളെ, നിനക്കിപ്പോൾ ജോലിഭാരം കൂടിയല്ലേ, വൈജയും കൂടെ നോക്കേണ്ട അവസ്ഥയല്ലേ? അതൊന്നും എനിക്ക് പ്രശ്നമല്ല മുത്തശ്ശി. ഞാൻ എൻ്റെ മുത്തശ്ശിയെ പോലെ കണ്ടതുപോലെ തന്നെ മേഡത്തിനും ഞാൻ എൻ്റെ അമ്മയെ പോലെ തന്നെ കാണുന്നത്. അതുകൊണ്ട് തന്നെ യാതൊരു പ്രശ്നമല്ല, എനിക്കിതിലൊക്കെ സന്തോഷം മാത്രമേ ഉള്ളൂ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ബബിതയും തന്നെ കോളേജിൽ പോകുന്ന നേരത്തെ അമ്മക്ക് പരിക്ക് പറ്റിയിട്ടുണ്ട്, നീ എന്താ മോളെ അമ്മയുടെ അടുത്തുനിന്ന് പോലും പോയി നോക്കാത്തതെന്ന് കഴിക്കണ സമയത്ത്, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണ സമയത്ത് ബാലചന്ദ്രൻ ചോദിക്കുന്നുണ്ട്. അമ്മയ്ക്ക് എന്ത് പറ്റിയതാ അച്ഛാ? ഓഹോ, അതുപോലും നീ അറിഞ്ഞില്ലല്ലേ? എടി, അവൾ നിന്റെ അമ്മയല്ലേ, പെറ്റമ്മ. നിനക്ക് എന്താ അവളുടെ റൂമിന് അരികിൽ ചെന്ന് ഈ വിവരങ്ങളൊക്കെ ചോദിച്ചാൽ അവൾക്ക് എത്ര സങ്കടമായിട്ടുണ്ടാവും. ഓ, എന്നിട്ട് വേണം അമ്മയുടെ കവാലിൽ നിന്ന് വഴക്ക് കേൾക്കാൻ. എന്താ ഇത് ചോദിച്ചാൽ അമ്മ നിന്നെ വഴക്ക് പറയോ? അതല്ല അച്ഛാ, എന്നാലും അമ്മക്ക് ഇത് ഒരുമാതിരി സ്വഭാവമാണ് ചില സമയത്ത്. ഓ, അതും പറഞ്ഞ് അവിടെ നിന്നോ, നിനക്കും പ്രായമാവും, ഇതുപോലെ നിന്റെ മക്കളും പറയും. ഓ, എൻ്റെ അച്ഛ എന്നെ വിട്ടേക്ക്, ഞാൻ പോയി ചോദിച്ചോളാം. അങ്ങനെ ബബിത റൂമിൻ്റെ വാതിൽക്ക് നിന്നിട്ടുണ്ട്. അമ്മേ, എന്നതാ പറ്റിയത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഓഹോ, നീ ഇപ്പോഴെങ്കിലും ചോദിച്ചല്ലോ, എൻ്റെ പൊന്നുമോള് ചോദിക്കാനിട്ട് ഞാനിങ്ങനെ വിഷമിച്ചിരിക്കായിരുന്നു. ഒന്ന് പോയടി, ഇത്രയും നേരമായിട്ട് നീ എൻ്റെ അടുത്തേക്കൊന്ന് വന്നോ? ഇല്ലല്ലോ, വാതിൽക്ക് നിന്നിട്ട് വേലക്കാരി ചോദിക്കുന്ന പോലെ ചോദിക്കുന്നു. ഒന്ന് പൊയ്ക്കോ എൻ്റെ കൺമുമ്പിൽ. ഓ, ഇത് തന്നെയാ ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വരാത്തത്, നിങ്ങളുടെ വഴക്ക് കേട്ടാൽ അന്നത്തെ ദിവസം പോക്ക എന്ന് പറഞ്ഞ് ബബിത പോകുമ്പോൾ സങ്കടത്തോടെ ബബിതയെ നോക്കുന്നുണ്ട് അലീന. എന്താണിത്, അമ്മയുടെ മോൾ തന്നെ ഇങ്ങനെ അല്ലെങ്കിലേ അത്ഭുതമുള്ളൂ എന്ന് കരുതിക്കൊണ്ട് വൈജയന്തിൻ്റെ റൂമിലേക്ക് ചെല്ലുന്നുണ്ട്. മാഡം, ദേഹಕ್ಕೆ ഈ ചൂടുവെള്ളം കൊണ്ട് തുടച്ച് മറ്റൊരു നൈറ്റ് ഇട്ട് തരാം, ഇന്നലെ ഇട്ടതല്ലേ, ഇതൊക്കെ ഒന്ന് മാറ്റി നമുക്കൊന്ന് ഫ്രഷ് ആവാം. അതൊന്നും വേണ്ട, നീ അവിടെ വെച്ചേക്ക്. അയ്യോ, മാഡത്തിന് എന്തായാലും തനിച്ച് ചെയ്യാൻ വേണ്ടി പറ്റില്ലല്ലോ, ഞാൻ സഹായിക്കാന്നേ. ഒടുവിൽ നിവർത്തിയില്ലാതെ വൈജയന്തി സമ്മതിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ആ നൈറ്റെല്ലാം മാറ്റി അവൾ പുതിയ നൈറ്റെല്ലാം ഇട്ട് കൊടുക്കുകയൊക്കെ ചെയ്യുമ്പോൾ അവളെ തന്നെ നോക്കുന്നുണ്ട്. എന്താ മാഡം, ഞാൻ കുളിപ്പിച്ചതൊന്നും ഇഷ്ടപ്പെട്ടില്ലേ? ഏയ് ഒന്നുമില്ല, എന്തിനാ മാഡം ഇങ്ങനെ നോക്കിയത്? നീ അമ്മയ്ക്ക് കഞ്ഞി കൊടുത്തോ, ഭക്ഷണം കൊടുത്തോ എന്നൊക്കെ ചോദിക്കണേ. അതെ, മുത്തശ്ശിയെ നോക്കി കുളിപ്പിച്ച് മുത്തശ്ശിക്ക് സാരി കുടിപ്പിച്ച് അവിടെ കിടത്തിയിട്ടുണ്ട്. ഇനി ഇത് മേഡത്തിനുള്ള പണികളാ ഒക്കെ എന്ന് പറയാണ്. അതിനുശേഷം മേഡത്തിന് കഴിക്കാനുള്ള ഭക്ഷണം എടുത്ത് കൊണ്ടുവന്ന് കൊടുക്കുന്നുണ്ട്. ആ സമയത്ത് ആ ഭക്ഷണം കാണുമ്പോൾ കൊതിയോടെ അതിലേക്ക് നോക്കുന്നുണ്ടെങ്കിലും കൈക്കൊണ്ട് വല്ലാതെ കഴിക്കാൻ പറ്റാത്തതുകൊണ്ട് വൈജയന്തി അതവിടെ വെച്ചേക്ക്, ഞാൻ കഴിച്ചോളാം എന്ന് പറയാം. അത് വേണ്ട, മേഡത്തിന് ഞാൻ ഭക്ഷണം വായിൽ വെച്ച് തന്നാൽ അതൊരു കുറച്ചിലാവോ എന്ന് ചോദിക്കാണ്. അയ്യടി, നീ എനിക്ക് ഭക്ഷണം ഒന്ന് വായിൽ വെച്ച് തരണ്ട, എനിക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റാത്ത അസുഖമൊന്നുമില്ല. എന്നാലും മേഡം ഇന്നലൊക്കെ വലിയ ബുദ്ധിമുട്ടുകൊണ്ടാണ് സ്പൂൺ കൊണ്ട് വാരി കഴിച്ചത്, അതും ഇടത് കൈക്കൊണ്ട്. ഞാൻ വാശി കാണിക്കേണ്ട, ഞാൻ വായിൽ വെച്ച് തരാം, എനിക്കതിന് യാതൊരു മടിയില്ല. മേഡം, ഞാൻ മേഡത്തിന് എൻ്റെ അമ്മയെ പോലെ കണ്ടിട്ടാ പറയുന്നത്. പ്ലീസ്, ഇതിൽ വാശി കാണിക്കല്ലേ, ദേഷ്യം കാണിക്കല്ലേ. ഇപ്പോൾ നമ്മൾ 2 പേരും മാത്രമല്ലേ ഉള്ളൂ, പിന്നെ എന്തിനാ ഇങ്ങനെ എന്ന് ചോദിച്ചുകൊണ്ട് അലീന വൈജയന്തിയുടെ വായിലേക്കും ഇങ്ങനെ ഭക്ഷണം എടുത്ത് കൊടുക്കാട്ടോ. കണ്ണ് തെറിഞ്ഞ് അവളെ തന്നെ നോക്കുന്നുണ്ട്. അതിനുശേഷം അലീനെ കാണാതെ കണ്ണ് തുടയ്ക്കുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. അലീന ഇതെല്ലാം ഇടം കണ്ണിൽ കാണുന്നുണ്ടാവും. തനിക്ക് 3 മക്കളുണ്ടായിട്ട് എന്താ കാര്യം?
അടുത്തു വന്നിരിക്കാൻ പോലും അവർക്ക് സമയമില്ല. ഒരു കണക്കിന് അവരിങ്ങനെ ആയതിന് കാരണം ഞാൻ തന്നെയാണ്. ഒരിക്കലും സ്നേഹം കാശ് കൊടുത്ത് വാങ്ങാൻ പറ്റില്ല, അത് മനസ്സറിഞ്ഞ് തരുമ്പോഴേ അതിനൊക്കെ ഇത് അർത്ഥമുള്ളൂ എന്ന് കരുതിക്കൊണ്ട് ഇങ്ങനെ കണ്ണു തെറിഞ്ഞ് ആലോചിച്ചിരിക്കണം. മേഡം ഭക്ഷണം കഴിക്ക്, ഇത് ഫുള്ളായി കഴിച്ചാൽ ഇനി വയറ് ഇപ്പം തന്നെ വിശക്കൊന്നുമില്ല. എനിക്ക് അടുക്കളയിൽ പിടിപ്പതും ജോലിയുണ്ട്, അതൊക്കെ കഴിഞ്ഞിട്ട് ഇനി ഉച്ചയ്ക്ക് ഊണ് കിട്ടൂ എന്ന് പറയാണ്. ശരി എനിക്ക് മതിയായി, നീ പോയി കഴിച്ചോ എന്ന് പറയാട്ടോ. ആ ഒരു സമയത്ത് വൈജയന്തിൻ്റെ ശബ്ദമൊക്കെ വല്ലാതെ മയപ്പെട്ടിട്ടുണ്ടാവും. അത് കണ്ട അത്ഭുതത്തോടെ മേഡത്തിനെ നോക്കട്ടെ. അയ്യോ മേഡത്തിൻ്റെ ശബ്ദത്തിന് എന്താ ഒരു മാറ്റം? മേഡത്തിൻ്റെ ആ ശൗര്യം ദേഷ്യമൊക്കെ ഉണ്ടല്ലോ, അത് തന്നെയാണ് മേഡത്തിന് ചേരുന്നത്, അല്ലാതെ ഇങ്ങനെ പാവത്തെ പോലെ പറയുന്നൊന്നും ഒട്ടും ചേരുന്നില്ലെന്നേ എന്ന് പറയുന്നുണ്ട്. ഡീ നീ എന്നെ പഠിപ്പിക്കാൻ വരേണ്ട. ഈ ദേഷ്യം പോലും എന്തൊക്കെയോ സങ്കടങ്ങൾ മറക്കാനുള്ള ഒരു മുഖമടയാണെന്ന് ഞാൻ എന്നോ മനസ്സിലാക്കിയതാണ് മേഡത്തിനെ എന്ന് അവൾ പറയുമ്പോൾ അവളെ അത്ഭുതത്തോടെ നോക്കുന്നുണ്ട് വൈജയന്തി. ആ സമയത്ത് വൈജയന്തിയുടെ മനസ്സിൽ നിന്നെപ്പോലെ ഒരു മകളെ ഏതൊരമ്മയും കൊതിക്കും. ഇതുപോലെ ഒരു മകളെ കിട്ടാൻ ഭാഗ്യം ചെയ്യണം. നിന്നെ പ്രസവിച്ച ആ ഒരു സ്ത്രീ നിന്നെ ഉപേക്ഷിക്കാൻ തോന്നിയല്ലോ, അവരുടെ തീരാൻ നഷ്ടം എന്നെല്ലാം മനസ്സിൽ ആലോചിക്കുന്നുണ്ട്. ആ ഒരു സമയത്ത് അലീന ചോദിക്കുന്നുണ്ട്, അല്ല മേഡം എന്താ ഇപ്പോൾ ചിന്തിച്ചതെന്ന് ഞാൻ പറയട്ടെ. എന്താ ചിന്തിച്ച് അത്രയ്ക്കങ്ങ് മനസ്സിലുള്ള കാര്യം പറയാൻ പറ്റുന്ന ആളാണെങ്കിൽ ഇപ്പം പറ, ഞാൻ എന്താ ഇപ്പോൾ ഓർത്തത്? അതെ, നിന്നെപ്പോലെ ഒരു മോള് ഏതൊരമ്മയും കൊതിക്കും. നിന്നെപ്പോലെ നിൻ്റെ അമ്മ നിന്നെ എങ്ങനെയാണ് ഉപേക്ഷിക്കാൻ കഴിഞ്ഞത് എന്നല്ലേ മേഡം ചിന്തിച്ചത്? അത്ഭുതത്തോടു കൂടെ അവളെ നോക്കുന്നുണ്ട്. എടി നീ വല്ല സൈക്കാട്രിസ്റ്റും പഠിച്ചിട്ടുണ്ടോ ഒരാളുടെ മനസ്സിലിരിപ്പ് അതുപോലെ വായിച്ചെടുക്കാനായിട്ട്? അപ്പോൾ മേഡം അത് തന്നെയാണ് മനസ്സിൽ വിചാരിച്ച്, ഞാൻ അതൊന്നുമല്ല വിചാരിച്ചത്. പിന്നെന്തിനാ മേഡം ആദ്യം അങ്ങനെ പറഞ്ഞത്? എനിക്കറിയാം മേഡം അത് തന്നെയാണ് കരുതിയതെന്ന്. മേഡം വിഷമിക്കാണ്ട കേട്ടോ, മേഡത്തിന് എന്നെപ്പോലെ ഒരു മോളെ കിട്ടും, അത് ഉറപ്പാ എന്ന് പറഞ്ഞ് എന്തോ അർത്ഥം വെച്ച് പറഞ്ഞ പോലെ അവൾ പോകുമ്പോൾ അവളെന്താ അങ്ങനെ പറഞ്ഞത്? ബബിതയും കൃഷ്ണമോളും ഇനി അങ്ങനെ പോകാൻ പറ്റില്ല. ബബിത ആണെങ്കിലോ ഒട്ടും തന്നെ സ്നേഹിക്കുന്നില്ലെന്ന് വൈജയന്തിക്ക് മനസ്സിലാവാണ്. കൃഷ്ണമോൾക്ക് സ്നേഹമൊക്കെ ഉണ്ട്, ഞാൻ അവളെ വഴക്ക് പറഞ്ഞതിൻ്റെ പരിഭവം മാത്രമേ അവൾക്കുള്ളൂ എന്ന് മനസ്സിലാക്കാട്ടോ. അങ്ങനെ പതിയെ വൈജയന്തിയുടെ അസുഖം മാറുമ്പോഴേക്കും വൈജയന്തിയും അലീനയും കൂടുതൽ അടുക്കുന്നുണ്ട് കേട്ടോ. വൈജയന്തിക്ക് അലീനയെ മനസ്സിലാക്കാണ്. എപ്പോഴും ദേഷ്യം കാണിക്കുന്നുണ്ടെങ്കിലും ആ ഉള്ളിലെ സ്നേഹം അലീനയും മനസ്സിലാക്കുന്നുണ്ട്. പിന്നെ കുറേ എപ്പിസോഡുകൾക്ക് ശേഷം കേട്ടോ വൈജയന്തി തൻ്റെ മകൾ തന്നെയാണ് അലീന എന്ന് മനസ്സിലാക്കുന്നത്. അതോടുകൂടി എല്ലാവരേക്കാൾ ഏറെ വൈജയന്തി അവളെ സ്നേഹിക്കുന്നുണ്ട്. ആ പഴയ വൈജയന്തിയായി മാറുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. നല്ലൊരു അടിപൊളി എപ്പിസോഡ് നമുക്കായിട്ട് മുമ്പിൽ കാത്തിരിക്കാം. ഒരുപാട് ട്വിസ്റ്റുകൾ നിറഞ്ഞതാട്ടോ ഈ മഴത്തോരു മുമ്പേ. അങ്ങനെ ഈ മനുവിൻ്റെയും ഹരിശങ്കറിൻ്റെയും രോഹിത്തിൻ്റെയും ബബിതയുടെ എല്ലാവരുടെയും സ്റ്റോറി അതിമനോഹരമായിട്ട് തന്നെ വരുന്നുണ്ട്. എന്തായാലും നോവൽ വായിച്ച ഒരു പരിചയത്തിലാട്ടോ ഈ സ്റ്റോറി ഞാൻ പറഞ്ഞിട്ടുള്ളത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഇതുപോലെ അപ്കമിങ് എപ്പിസോഡ് കേൾക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ.